കാണാം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1-ൻ്റെ അവസാനത്തെ പ്രോബ്ലമാണ്. നമ്മൾ കാൻഡിലിവർ മെത്തേഡിൻ്റെ ഒരു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ഒരു ക്വസ്റ്റ്യനാണ്. അനലൈസ് ദി ഫ്രെയിം ഷോൺ ഇൻ ദി ഫിഗർ ബൈ കാൻഡിലിവർ മെത്തേഡ്. നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ഫ്രെയിമായിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ഫ്രെയിമാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അനാലിസിസ് സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കി, അതിനകത്ത് ചെറിയൊരു കറക്ഷനുണ്ട്. ഈ ഹൈറ്റ് 3 മീറ്ററും ഇത് 4 മീറ്ററുമാണ്. ഈ ഡിസ്റ്റൻസ് 4 മീറ്റർ, 5 മീറ്റർ, 6 മീറ്ററാണ്. ഇവിടെ ഒരു 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. അതിലൊരു കറക്ഷനുണ്ട്. 4, 5, 6 ആണ്. അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആവും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അസംഷൻസ്? ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ഈസ് അറ്റ് ദി മിഡ് പോയിന്റ്. നമ്മൾ ഓരോ മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും ആ മെമ്പേഴ്സിൻ്റെ എല്ലാം മിഡ് പോയിന്റിലാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ. ഇനി രണ്ടാമത്തെ അസംഷൻ എന്താണ്? ആക്സിയൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡൽ വെർട്ടിക്കൽ ആക്സിസ്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ്? ആദ്യം നമുക്ക് സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കണം, വെർട്ടിക്കൽ ആക്സിസ് കണ്ടുപിടിക്കണം. ഇവിടെയും ഈ ക്വസ്റ്റ്യനിലും കോളത്തിൻ്റെ ഏരിയാസ് ഒന്നും തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏരിയാസ് എല്ലാം സെയിം ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യും. കോളം AI, BG, CK, DL, ഈ കോളത്തിൻ്റെ എല്ലാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്മോൾ a ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, സ്മോൾ a ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്തു. ഇനി എക്സ്റ്റീരിയർ കോളമാണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ലെഫ്റ്റ് എൻഡ്, അതായത് AIയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇതാണ് എൻ്റെ ഒറിജിനായിട്ട് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. A എന്ന് പറയുന്ന പോയിന്റിന് ഞാൻ ഒറിജിനായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദി ഡിസ്റ്റൻസ് ഓഫ് AI? ഒന്നാമത്തെ കോളത്തിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 0. x1 ഈസ് 0. രണ്ടാമത്തെ കോളത്തിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഞാൻ പറഞ്ഞു 4 മീറ്റർ ആണ്. ക്വസ്റ്റ്യനിൽ കറക്ഷനുണ്ട്. 3 മീറ്റർ അല്ല, 4 മീറ്റർ ആണ്. ഓക്കെ, BG എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. സോ x2 ഈസ് 4 മീറ്റർ. ഇനി മൂന്നാമത്തെ കോളം CK എത്രയാണ്? 4 + 5, 9 മീറ്റർ. ഇനി x4, 4 + 5 + 6, 15 മീറ്റർ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ കണക്കൂട്ടുന്നത്. അതായത് ഫ്രം ദി ഒറിജിൻ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് 0, രണ്ടാമത്തത് 4, മൂന്നാമത്തത് 9, നാലാമത്തത് 15. നമുക്കറിയാം A1, A2, A3, A4 എല്ലാം A തന്നെയാണ്. സോ 4A + 9A + 15A ഡിവൈഡഡ് ബൈ A + A + A + A, 4A. അത് ചെയ്യുമ്പോൾ നമുക്ക് x ബാർ എന്ന് പറയുന്നത് 7 മീറ്റർ കിട്ടും. ഓക്കെ, ഈ 7 മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദി ഒറിജിൻ, അതായത് ലെഫ്റ്റ് എൻഡിൽ നിന്നും 7 മീറ്റർ ആണ്. ലെഫ്റ്റ് എൻഡിൽ നിന്നും 7 മീറ്റർ ആണ് x ബാർ. സോ നമുക്ക് സെൻട്രോയിഡൽ ആക്സിസ് കിട്ടി. സെൻട്രോയിഡൽ ആക്സിസ് നമ്മുടെ ലെഫ്റ്റ് എൻഡിൽ നിന്നും 7 മീറ്റർ ഡിസ്റ്റൻസിലാണ് സെൻട്രോയിഡൽ ആക്സിസ്. സോ അത് ഞാൻ ഈ ഫിഗറിൽ ഡോട്ടഡ് ലൈനായിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി വാട്ട് ഈസ് അവർ അസംഷൻ? എന്താണ് അസംഷൻ? എപ്പോഴും ആക്സിയൽ സ്ട്രെസ്, ഓരോ കോളത്തിലുമുള്ള ആക്സിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, അങ്ങനെയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കോളം എവിടെയാണ്? ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 7 മീറ്റർ ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ്. ആദ്യത്തെ AI എന്ന് പറയുന്ന കോളം ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 7 മീറ്റർ ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ്. രണ്ടാമത്തെ കോളം BG ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്
ടോട്ടൽ 7 ആണ്, ഇത് 4 ആണ്. സോ 7 മൈനസ് 4 3 മീറ്റേഴ്സ് അല്ലേ. രണ്ടാമത്തെ കോളം 3 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇനി മൂന്നാമത്തെ കോളം നോക്കാം. മൂന്നാമത്തെ നമുക്കറിയാം മൊത്തം 15 ആണ്. സോ ഇത് 8 മീറ്റർ ആണെന്ന് നമുക്കറിയാം. 8 മീറ്റേഴ്സ്. ഇത് 8 മീറ്റേഴ്സ് ആണ്, ഇത് 6 മീറ്റേഴ്സ് ആണ്. സോ 8 മൈനസ് 6 2 മീറ്റേഴ്സ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റേഴ്സ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ്. ഇനി നാലാമത്തെ കോളം ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 8 മീറ്റേഴ്സ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. സോ നമ്മുടെ അസംഷൻ അനുസരിച്ച് അക്കോർഡിംഗ് ടു ദി സെക്കൻഡ് അസംഷൻ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദി വെർട്ടിക്കൽ സെൻട്രോയിഡൽ ആക്സിസ്. ഇനി നമുക്കപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞു 7 മീറ്റർ ആണ് x1 ബാർ, x2 ബാർ 3 മീറ്റർ ആണെന്ന് പറഞ്ഞു, x3 ബാർ 2 മീറ്റർ ആണെന്ന് പറഞ്ഞു, x4 ബാർ 8 മീറ്റർ ആണെന്ന് പറഞ്ഞു. അത് ഈ ഒരു ഫിഗറിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ആദ്യം വരയ്ക്കുക. അതിൽ നിന്നും x1 ബാർ, x2 ബാർ, x3 ബാർ, x4 ബാർ ഇത്രയും കണ്ടുപിടിക്കുക. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയോ? ബാക്കിയുള്ളവരൊക്കെ റെസ്പോണ്ട് ചെയ്യൂ. ആ, അപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാം ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത് നമുക്കറിയാം എന്താണ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. സോ എഫ് ബൈ എ ഈസ് പ്രൊപ്പോർഷണൽ ടു x1 ബാർ. ഓക്കെ, ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റൻ്റ് ആണ് സ്മോൾ കെ അല്ലെങ്കിൽ ക്യാപിറ്റൽ കെ, ഏതുകൊണ്ട് എടുക്കാം കെ. ഓക്കെ, സോ ഫോഴ്സ് ബൈ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു x1 ബാർ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാനൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദി കോൺസ്റ്റൻറ്റ് വാല്യൂ കെ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു 7. 7 എന്ന് പറയുന്നത് x1 ബാർ ആണ്. 7 ആദ്യത്തെ ഡിസ്റ്റൻസ് ആണ് x1 ബാർ. ഇനി രണ്ടാമത്തത് കെ ഇൻറ്റു x2 ബാർ. x2 ബാറിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. സോ എഫ് ബി എഫ് നമ്മൾ ആ ഒന്നാമത്തെ സ്റ്റോറി ടോപ്പ് സ്റ്റോറിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ടോപ്പ് സ്റ്റോറി കൺസിഡർ ചെയ്യുമ്പോൾ ഫുൾ ലെങ്ത് കൺസിഡർ ചെയ്യേണ്ട, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ വരെ കൺസിഡർ ചെയ്താൽ മതി. സോ ഇതിൻ്റെ പകുതി ലെങ്ത് കൺസിഡർ ചെയ്താൽ മതി. എന്നാലും നമ്മൾ എഴുതുന്നത് എ എന്നായിരിക്കും, ഇവിടെ ബി എഫ് എന്നായിരിക്കും എഴുതുന്നത്. പക്ഷേ നമ്മളെപ്പോഴും എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. ടോട്ടൽ ഹൈറ്റിൻ്റെ ഹാഫ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ടോട്ടൽ ഹൈറ്റ് 3 മീറ്റർ ആണ്, നമ്മൾ ഹാഫ് ലെങ്ത് 1.5 മീറ്റർ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ എഫ് എ ഇ ബൈ എ ഇൻറ്റു 7, എഫ് ബി എഫ് ബൈ എ ഇൻറ്റു 3. ഇനി അടുത്തത് എ ഇൻറ്റു 2 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ രണ്ടിൻ്റെയും ഡയറക്ഷൻ മുകളിലോട്ടായിരുന്നു കൊടുത്തത്. എന്നിട്ട് നമുക്കിവിടെ നെഗറ്റീവ് കിട്ടിയപ്പം സൈൻ റിവേഴ്സ് ചെയ്തു. ഇവിടെ പക്ഷേ ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ഡയറക്ഷൻ, അതായത് സെൻട്രോയിഡൽ ആക്സിസിൻ്റെ ലെഫ്റ്റിലുള്ളത് താഴോട്ടും റൈറ്റിലുള്ളത് മുകളിലോട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ബോധറാവേണ്ട കാര്യമില്ല. കാരണം ഈ ഡയറക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പം എല്ലാ വാല്യൂസും പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഡയറക്ഷൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ രണ്ടെണ്ണം താഴോട്ടും റൈറ്റ് സൈഡിലെ രണ്ടെണ്ണം മുകളിലോട്ടും അവരങ്ങ് അസ്യൂം ചെയ്തു. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുമ്പോൾ ഇതെല്ലാം പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പം നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻസ് ശരിയാണ്, സെയിം ആണ്. ഇനി എല്ലാ വാല്യൂസും നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലോട്ട് ആരോ കൊടുക്കാം. എല്ലാ വാല്യൂസും മുകളിലോട്ട് ആരോ കൊടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ ഇത് ചിലപ്പോൾ ഈ രണ്ട് വാല്യൂസ് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് സൈൻ ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ടു ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം.
ഒന്നുകിൽ എല്ലാം മുകളിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ എല്ലാം താഴോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന കണക്ക് എടുക്കുക. എങ്ങനെയായാലും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വരുമ്പോൾ ആൻസറിൻ്റെ സൈൻ അനുസരിച്ച് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ സെയിം ആണ്, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ അസംഷൻ അനുസരിച്ച് FAE/A/7 കിട്ടി, FBF/A/3 കിട്ടി, FCG/A/2 കിട്ടി, FDH/A/8 കിട്ടി. ഇനി നമുക്കറിയാം ഇതെല്ലാം K വാല്യൂസ് ആണ്. ഇതെല്ലാം നമ്മൾ പരസ്പരം ഇക്വേറ്റ് ചെയ്യും. ഈക്വൽ ടു ഇട്ട് ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റ് ചെയ്യുമ്പം A കോമൺ ആണ്, എല്ലാം ക്യാൻസലായി പോയി. ഓക്കെ, ഇനി ആദ്യത്തെ ഞാൻ അവിടെ നിർത്തിക്കൊണ്ട്, അതായത് FAE എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. FBFനും FCGക്കും FDHനും ഓരോ വാല്യൂസ് FAയുടെ ടേംസിൽ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുകയാണ്. FAE/7 ഈക്വൽ ടു FBF/3. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? FBF ഈസ് ഈക്വൽ ടു 3 ഇങ്ങ് മുകളിലോട്ട് എടുക്കും. സോ 3/7 FAE എന്ന് കിട്ടും. ദാറ്റ് ഈസ് FBFനെ ഞാൻ FAയുടെ ടേംസിൽ എഴുതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ, അതായത് FAE/7 ഈസ് ഈക്വൽ ടു FCG/2. അതെടുക്കുമ്പോൾ എനിക്ക് FCGയുടെ വാല്യൂ 2/7 FAE എന്ന് കിട്ടും. സിമിലർലി മൂന്നാമത്തെ ഇക്വേഷൻ FAE/7 ഈസ് ഈക്വൽ ടു FDH/8. ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് കിട്ടും എന്ത് കിട്ടും? FDH ഈസ് ഈക്വൽ ടു 8/7 FAE എന്ന് കിട്ടും. സോ ഈ മൂന്ന് ടേംസിനും എനിക്ക് FAയുടെ ടേംസിലൊരു വാല്യൂസ് കിട്ടി. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഇനി ഞാനിവിടെ ഈ ഫോളോ ചെയ്തിരിക്കുന്ന സൈൻ കൺവെൻഷൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ സെൻട്രൽ ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴോട്ടും റൈറ്റ് സൈഡിൽ മുകളിലോട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് വാല്യൂസ്, ആക്യുറേറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മൊമെൻ്റ് എടുത്താൽ മതി. ഓക്കെ, ഞാനിവിടെ AE വാല്യൂ ആണെന്ന് AE ബേസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ O1നെ ബേസ് ചെയ്തിട്ട് ഞാൻ മൊമെൻ്റ് എടുക്കും. സോ ടേക്കിംഗ് മൊമെൻറ്റ് എബൌട്ട് O1 ആൻഡ് ഇക്വേറ്റിംഗ് ടു 0. ഓക്കെ, അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം O1ൽ നിന്ന് 1.5 മീറ്റർ ഹൈറ്റിൽ 12 kN ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആക്ടിങ് ക്ലോക്ക് വൈസ് ആകുമ്പം പോസിറ്റീവ് വാല്യൂ. ഇനി FBF, ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ ഫ്രം ദി ഒറിജിൻ. അപ്പം 4 മീറ്റർ ആയപ്പോഴത്തേക്ക് എത്രയാണ്? FBF ഇൻറ്റു 4 മീറ്റർ. ഇനി അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ ക്ലോക്ക് വൈസ് പോസിറ്റീവ്. സോ FBF ഇൻറ്റു 4 ഈസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ 12 ഇൻറ്റു 1.5 പോസിറ്റീവ്, FBF ഇൻറ്റു 4 പോസിറ്റീവ്. ഇനി നമുക്കറിയാം FCG ഉണ്ട്, FDH ഉണ്ട്. FCG ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? 9 മീറ്റർ. ഓക്കെ, ആൻഡ് അത് മുകളിലോട്ടാണ് പോകുന്നത്, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. FCG ഇൻറ്റു 9 മീറ്റർ ആൻറ്റി ക്ലോക്ക് വൈസ്, ദാറ്റ് ഈസ് നെഗറ്റീവ്. ഇനി FDH ഇൻറ്റു ടോട്ടൽ ലെങ്ത് 15 മീറ്റർ, ദാറ്റ് ഈസ് ഓൾസോ ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്. ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്കറിയാം FBF എന്ന് പറഞ്ഞാൽ 3/7 FAE ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FCG എന്ന് പറഞ്ഞാൽ 2/7 FAE ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FDH എന്ന് പറയുന്നത് 8/7 FAE ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് FAEയിൽ ഒരു ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പം FAEയുടെ വാല്യൂ എനിക്ക് 1 kN എന്ന് കിട്ടും. നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഡൗൺവേർഡ്സ് ആയിരുന്നു. പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്. സോ 1 kN ഡൗൺവേർഡ്സ്. FAEയുടെ വാല്യൂ 1 kN ഡൗൺവേർഡ്സ് കിട്ടും നമുക്ക്. ഓക്കെ, ഇനി സിമിലർലി FAE കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. FBF എന്ന് പറഞ്ഞാൽ 3/7 FAE ആണ്.
എഫ് സി ജി എന്ന് പറഞ്ഞാൽ 2/7 എഫ് എ ഇ ആണ്. എഫ് ഡി എച്ച് എന്ന് പറഞ്ഞാൽ 8/7 എഫ് എ ഇ ആണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ബി എഫ്, എഫ് സി ജി, എഫ് ഡി എച്ച് 3 വാല്യൂസ് നമുക്ക് കിട്ടും. ആ കിട്ടുന്ന വാല്യൂസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുക. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ബാക്കി ഗേൾസ് ഒക്കെ റെസ്പോണ്ട് ചെയ്യും. ക്ലിയർ ആയി സർ. ബാക്കിയുള്ളവർ റിയ, ക്ലിയർ ആയി സർ. ജിൽസ, മേഘ, നസീം, സംശയം വല്ലതും ഉണ്ടോ? നസീം, ജിൽസ, ഓക്കെ. അഖിൽ മനസ്സിലായോ? അഖിൽ ദിനേഷ് മനസ്സിലായി സർ. ഓക്കെ. കുഴപ്പമില്ല, ഞാൻ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഞാനത് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. നേരത്തെയൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടു സർ. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഡിയോയ്ക്കോ വീഡിയോയ്ക്കോ വല്ല പ്രശ്നമുണ്ടോ? ഫ്ലക്ച്വേഷൻ വല്ലതും ഉണ്ടോ? ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാനിപ്പം പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ സൂട്ട് റെഡി ആയിട്ടുണ്ട്. ഗൂഗിൾ സൂട്ടിനകത്ത് എനിക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ലൈവ് റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിന് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയോയും വീഡിയോയും ലാഗ് ആവും. അതുകൊണ്ട് ഞാൻ പഴയ കണക്ക് തന്നെ റെക്കോർഡ് ചെയ്യുകയാണ്. ഗൂഗിൾ സൂട്ടിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അത് ശരിയാവത്തില്ല. ഓക്കെ, അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ടോപ്പ് സ്റ്റോറിയുടെ കാര്യമാണ്. നമുക്കിവിടെ 2 സ്റ്റോറീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റോറിയുടെ പകുതി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തങ്ങ് എടുത്തു. അതിനെയാണ് നമ്മളിവിടെ അനാലിസിസ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് എന്തൊക്കെ കിട്ടിയത്? ആക്സിയൽ ഫോഴ്സസ് മാത്രമേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ആക്സിയൽ ഫോഴ്സസ് ഞാൻ ഈ അസ്യൂം ചെയ്ത ഡയറക്ഷൻ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഡയറക്ഷൻസ് അതുപോലെ അങ്ങ് എടുക്കുക. ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചങ്ങെടുക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റോറി, ബോട്ടം സ്റ്റോറി. ബോട്ടം സ്റ്റോറിയിലും ഇതുപോലെ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് ബേസ് ചെയ്തിട്ടായിരിക്കും ബോട്ടം സ്റ്റോറിയിൽ നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റോറിയിൽ നമ്മൾ എന്താ ചെയ്യും? എഫ് ഇ ഐ, എഫ് ജി, എഫ് ജി കെ, എഫ് എച്ച് എൽ, ഇ ഐ, എഫ് ജി, ജി ഐ, എച്ച് എൽ. ഈ ആക്സിൽ ഫോഴ്സസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെയും റേഷ്യോ സെയിം തന്നെയാണ്, കാരണം നമ്മുടെ സെൻട്രോയുടെ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പം 7, 3, 2, 9 എ എല്ലാം അങ്ങ് ക്യാൻസലായി പോകും. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പ്രവൃത്തി ചെയ്ത കണക്ക് രണ്ടാമത്തെ സ്റ്റോറി എടുക്കുമ്പോൾ ടോപ്പ് സ്റ്റോറി ഫുള്ളായിട്ട് എടുക്കുക, ബോട്ടം സ്റ്റോറിയുടെ പകുതി എടുക്കുക, ബോട്ടം സ്റ്റോറിയുടെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എടുക്കുക. അത്ര എടുത്തതിന് ശേഷം ഇവിടെയും ഞാൻ പോയിന്റ് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലുള്ളത് രണ്ടും താഴോട്ടും വരച്ചു, റൈറ്റ് സൈഡിലുള്ളത് രണ്ടും മുകളിലോട്ടും വരച്ചു. ഓക്കെ, ഇനി ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് O5 ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മൊമെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മൊമെൻറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 24 കിലോമീറ്റർ ഉണ്ട്, 12 ഉണ്ട്. 12 ആക്ട് ചെയ്യുന്നത് എവിടെയാണ്?
ഇതിൻ്റെ പകുതി, അതായത് 4 മീറ്ററിൻ്റെ പകുതി 2 ആണ്. 2 + 3 5. 12 × 5 ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് പോസിറ്റീവ്. 12 × 5 ഈസ് പോസിറ്റീവ്. ഇനി 24 × 2 അതും ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ്. ഇനി FFG എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. FFG × 4 ദാറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. എന്താണ്, ഈ ഒരു O5നെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പം ഇതും ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇനി FGKയും FHIയും ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പം മുകളിലോട്ട് പോകും. അതായത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ നെഗറ്റീവ്. ഡിസ്റ്റൻസ് എത്രയാണ്? FGK ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 9 മീറ്റർ. FGK × 9. FHI ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 മീറ്റർ. 4 + 5 + 6 15 മീറ്റർ. ഇറ്റ് ഈസ് ഓൾസോ ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. അതിനകത്ത് നമുക്കറിയാം FFGക്ക് പകരം ഞാൻ FEAയുടെ ടേംസിൽ എഴുതുകയാണ്. ഇതിനെല്ലാം ഞാൻ ഈ FEAയുടെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു വാല്യൂസ് എന്ന് പറയുന്നത് ബാക്കി 3 കോളത്തിൻ്റെ വാല്യൂസിനെയും EIയുടെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തു. സോ ഈ 3 വാല്യൂസിനെയും EIയുടെ ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് FEIക്ക് ഒരു വാല്യൂ കിട്ടും. 5.99, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 6 കിലോമീറ്റർ. അപ്പം FEI എനിക്ക് 6 കിലോമീറ്റർ പോസിറ്റീവ് വാല്യൂ കിട്ടി. പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ സെയിം ആണ്, ദാറ്റ് ഈസ് ഡൗൺവേർഡ്സ്. സോ ഇനി FFG എന്ന് പറയുന്നത് എന്താണ്? FFG = 0.428 × FEI. നമുക്കൊരു വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് ഓൾസോ ഡൗൺവേർഡ്സ്. ഇനി FGK എന്ന് പറയുന്നത് 1.716, ദാറ്റ് ഈസ് അപ്വേർഡ്സ്. FHL എന്ന് പറയുന്നത് 6.858, ദാറ്റ് ഈസ് ഓൾസോ അപ്വേർഡ്സ്. ഇതുവരെ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ സർ. ഓക്കെ, അടുത്തത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് അസംഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് വരെ നമ്മൾ കംപ്ലീറ്റ് ആയി. അതായത് നമ്മുടെ ആദ്യത്തെ എയിം മാത്രമേ നമുക്കിതുവരെ കിട്ടിയിട്ടുള്ളൂ. അതായത് ആക്സിയൽ ഫോഴ്സസ്, കോളത്തിലുള്ള ആക്സിയൽ ഫോഴ്സസ് മാത്രമേ നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിയൽ ഫോഴ്സസും ഷിയർ ഫോഴ്സസും തമ്മിൽ റിലേറ്റഡ് ആണ്. ബീമിലുള്ള ഷിയർ ഫോഴ്സും കോളത്തിലുള്ള ആക്സിയൽ ഫോഴ്സസും തമ്മിൽ റിലേറ്റഡ് ആണ്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പം ഈ ഫിഗർ ഒരു തവണ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആദ്യം AE എന്ന് പറയുന്ന കോളം ഞാൻ എടുക്കുകയാണ്. AE ഈ കോളത്തിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷറിനോട് താഴോട്ടാണ് ഞാൻ AE എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത്. സോ 1 കിലോന്യൂട്ടൺ ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ, ദാറ്റ് ഈസ് മിഡ് പോയിന്റിൽ നിന്ന് താഴോട്ട് 1 കിലോന്യൂട്ടൺ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ഞാൻ മുകളിലോട്ടും കൊടുക്കുക. ദാറ്റ് മീൻസ് AE എന്ന് പറയുന്ന മെമ്പറിൽ 1 കിലോന്യൂട്ടൺ ടെൻസൈൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിൽ നിന്ന് താഴോട്ടും മുകളിലോട്ടും ആണെങ്കിൽ ഇറ്റ് ഈസ് 1 കിലോന്യൂട്ടൺ ടെൻസൈൽ ഫോഴ്സ്. ഇനി CG എന്ന് പറയുന്ന മെമ്പറിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിൽ നിന്ന് മുകളിലോട്ടാണ്. അപ്പം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് നമ്മൾ മുകളിലും കൊടുക്കും. സോ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ CG എന്ന് പറയുന്ന മെമ്പറിൽ 0.29 കിലോന്യൂട്ടൺ ഇറ്റ് ഈസ് എ കംപ്രസീവ് ഫോഴ്സ്. ഓക്കെ ആണല്ലോ? അത്രയും ആദ്യം മനസ്സിലാക്കുക. ഇനി ആക്സിയൽ ഫോഴ്സും ബീമിലെ ഷിയറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഞാൻ. ഇനി AE മെമ്പർ എടുത്തു. AE മെമ്പറിൽ ഇവിടെ താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഈ ഒരു പോയിന്റ് A എന്ന് പറയുന്ന ജോയിന്റ് ഇറ്റ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. A എന്ന് പറയുന്ന ജോയിന്റ് ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ ഇവിടെ മുകളിലോട്ടൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യണം. അതുകൊണ്ടാണ് 1 കിലോന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നത്. സോ AB എന്ന് പറയുന്ന ബീമിൻ്റെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഇവിടെയാണ്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 കിലോന്യൂട്ടൺ താഴോട്ട്, റൈറ്റ് സൈഡിൽ 1 കിലോന്യൂട്ടൺ മുകളിലോട്ട്. ഓക്കെ,
എ ബി മെമ്പറിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 കിലോമീറ്റർ താഴോട്ട്, റൈറ്റ് സൈഡിൽ 1 കിലോമീറ്റർ മുകളിലോട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എ ഇ മെമ്പർ, എ ഇ എന്ന് പറയുന്ന കോളത്തിൽ 1 കിലോമീറ്റർ ഡൗൺവേർഡ്സ് ആണെങ്കിൽ എ ബിയിലും 1 കിലോമീറ്റർ ഡൗൺവേർഡ്സ് ആയിരിക്കും. അതേസമയത്ത് ബി എയിൽ 1 കിലോമീറ്റർ അപ്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം എ ബി മെമ്പറിൽ എ ഇ മെമ്പറിൻ്റെ സെയിം ഡയറക്ഷൻ ആദ്യം കൊടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൈറ്റ് സൈഡിൽ കൊടുക്കുക. ഇനി ബി സി മെമ്പർ നമുക്ക് നോക്കാം. ബി സി മെമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എ ഇയുടെയും ബി എഫിൻ്റെയും സമ്മേഷൻ, ദാറ്റ് ഈസ് 1 + 0.43, 1.43 ഡൗൺവേർഡ്സ്. ഇവിടെ എ ഇയിൽ 1 ഡൗൺവേർഡ്സ് ആണ്, ബി എഫിൽ 0.43 ഡൗൺവേർഡ്സ് ആണ്. സോ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ വാല്യൂ 1.43 ഡൗൺവേർഡ്സ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സി ബി മെമ്പർ സി ബി എടുക്കുമ്പോൾ വാട്ട് ഇസ് ദി ഷിയർ ഫോഴ്സ്? 1.43 അപ്വേർഡ്സ്. ബി സിയിൽ 1.43 ഡൗൺവേർഡ്സ് ആണെങ്കിൽ സി ബിയിൽ 1.43 അപ്വേർഡ്സ്. ഓക്കെ, ഇനി അടുത്ത സി ഡി മെമ്പർ എടുക്കുക. സി ഡി എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള 3 കോളത്തിൻ്റെ സമ്മ്, അതായത് എ ഇ, ബി എഫ്, സി ജി, 1 കിലോമീറ്റർ ഡൗൺവേർഡ്സ്, 0.43 ഡൗൺവേർഡ്സ്. സോ ടോട്ടൽ 1.43 ആയി. ഇനി 0.29 അപ്വേർഡ്സ് ആണ്. സോ 1.43 മൈനസ് 0.29, 1.14 കിലോമീറ്റർ ഡൗൺവേർഡ്സ് കിട്ടും നമുക്ക്. കാര്യം 1.43 ഡൗൺവേർഡ്സ് ഉണ്ട്, 0.29 അപ്വേർഡ്സ് ഉണ്ട്. മൈനസ് ചെയ്യുമ്പോൾ 1.14 കിലോമീറ്റർ ഡൗൺവേർഡ്സ് കിട്ടും. ബീം സി ഡി, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1.14 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ 1.14 ആണ്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് ഇത് നമ്മൾ ഈ ചെയ്ത് ഇത്രയും കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? റൈറ്റ് സൈഡിൽ 1.14 കിലോമീറ്റർ അപ്വേർഡ്സ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഡി എച്ച് എന്ന് പറയുന്ന കോളത്തിൽ 1.14 കിലോമീറ്റർ ഡൗൺവേർഡ്സ് ആയിരിക്കും. ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് മിസ്റ്റേക്കാണ്. ഇവിടെ 1.14 അപ്വേർഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഡി എച്ചിലെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡി എച്ചിൽ 1.14 കിലോമീറ്റർ അപ്വേർഡ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ 1.14 അപ്വേർഡ്സ് ആണെങ്കിൽ ഇവിടെ 1.14 ഡൗൺവേർഡ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് മിസ്റ്റേക്കാണ്. അപ്പോൾ ടോപ്പ് സ്റ്റോറി കറക്റ്റ് ആയോ? ടോപ്പ് സ്റ്റോറിയുടെ ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ, എല്ലാവർക്കും ബാക്കിയുള്ളവർ ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോറിയിലുള്ള ബീംസ്, അതായത് ഇ എഫ്, എഫ് ജി, ജി എച്ച്, ഈ 3 ബീമിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പം ഈ 3 ബീം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സിംഗിൾ ജോയിനിൽ അതായത് ഒരു കോളവും ഒരു ബീമും മാത്രമേ ഉള്ളായിരുന്നു, അതായത് 2 മെമ്പേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇ എന്ന് പറയുന്ന മെമ്പർ വരുമ്പോൾ, അല്ല ഇ എന്ന് പറയുന്ന ജോയിൻ്റ് വരുമ്പോൾ 3 മെമ്പേഴ്സ് ഉണ്ട്. എ ഇ ഉണ്ട്, ഇ ഐ ഉണ്ട്, ഇ എഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇ എഫ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇ എഫ് കണ്ടുപിടിക്കുമ്പോൾ വി ഷുഡ് ടേക്ക് ദി ഇക്വിലിബ്രിയം ഓഫ് ഓൾ ദി ഫോഴ്സസ്. അതായത് ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ബോട്ടം സ്റ്റോറി എടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഇ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്കിംഗ് ദി ഇക്വിലിബ്രിയം ഓഫ് ഓൾ ദി ഫോഴ്സസ്. അപ്പം എഫ് ഇ എ പ്ലസ് എഫ് ഇ എഫ് പ്ലസ് എഫ് ഇ ഐ ഷുഡ് ബി ഈക്വൽ ടു 0. ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇ എഫ് ആണ്. ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇ ഡി അല്ല, ഇ എഫ് ആണ്. ചെറിയ മിസ്റ്റേക്കാണ്, ഇ എഫ് ആണ്. ഇ എഫ് ഇസ് ഈക്വൽ ടു നോക്കാം,
ഇവിടെ 6 കിലോന്യൂട്ടൺ അപ്വേർഡ്സ്, 1 കിലോന്യൂട്ടൺ ഡൗൺവേർഡ്സ്. ടോട്ടൽ എഫക്റ്റ് എന്തായിരിക്കും? 6 അപ്പ് 1 ഡൗൺ. അപ്പം നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 5 അപ്വേർഡ്സ്, 5 കിലോന്യൂട്ടൺ അപ്വേർഡ്സ് ആണ്. അപ്പോൾ അതിനെ കൗണ്ടറാക്ട് ചെയ്ത് ഇക്വിലിബ്രിയത്തിലാക്കണമെങ്കിൽ there should be 5 kilonewton downwards. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. -5, that is 5 kilonewton downwards. നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒന്നും വലുതായിട്ട് ബോധർ ആവണ്ട. ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു പോയിന്റ് എടുക്കുമ്പോൾ 6 കിലോന്യൂട്ടൺ അപ്വേർഡ്സ് ഉണ്ട്, 1 കിലോന്യൂട്ടൺ ഡൗൺവേർഡ്സും ഉണ്ട്. ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എത്രയാണ്? 6 - 1 5 കിലോന്യൂട്ടൺ അപ്വേർഡ്സ്. 5 കിലോന്യൂട്ടൺ അപ്വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കൗണ്ടറാക്ട് ചെയ്ത് ഇക്വിലിബ്രിയത്തിലാക്കണമെങ്കിൽ there should be a 5 കിലോന്യൂട്ടൺ ഡൗൺവേർഡ്സ്. അതാണ് ഈ 5 കിലോന്യൂട്ടൺ ഡൗൺവേർഡ്സ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ 5 താഴോട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ 5 മുകളിലോട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഈ ഒരു ജോയിന്റ് നോക്കാം നമുക്ക്. ജോയിന്റ് എഫ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 4 മെമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 4 മെമ്പേഴ്സ്? FE, FB, FG, FJ. 4 മെമ്പേഴ്സ് ഉണ്ട് ആ ഒരു ജോയിന്റിൽ. അപ്പോൾ ഈ 4 മെമ്പേഴ്സിൻ്റെയും ഷിയർ ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ നോക്കുകയാണ്. ഇവിടെ 5 കിലോന്യൂട്ടൺ അപ്വേർഡ്സ് ഉണ്ട്, 2.658 അപ്വേർഡ്സ് ഉണ്ട്. അപ്പോൾ എത്രയായി? 7.658 അപ്വേർഡ്സ്. ഇനി 0.43 ഡൗൺവേർഡ്സ് ഉണ്ട്. സോ 7.658 - 0.43. അതാണ് ഇവിടെ കാണിച്ചത്. 7.658 - 0.43, that is 7.14. ഒന്നുകൂടെ പറയാം. 5 മുകളിലോട്ട് 2.658 മുകളിലോട്ട് 0.43 താഴോട്ട്. അപ്പം മുകളിലോട്ടുള്ള രണ്ടും പോസിറ്റീവ് എടുത്തു, ഇത് നെഗറ്റീവായിട്ട് എടുത്തു. സോ നമുക്ക് ബാലൻസ് കിട്ടുന്നത് 7.14. എങ്ങോട്ടാ? മുകളിലോട്ട്. മുകളിലോട്ട് 7.14 ഉണ്ടെങ്കിൽ അതിനെ ഇക്വിലിബ്രിയത്തിലാക്കണമെങ്കിൽ താഴോട്ടൊരു 7.14 വേണം. ഓക്കെ ആണല്ലോ? സോ ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് 7.14 ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മുകളിലോട്ട് 7.14 ഉണ്ട്. വീണ്ടും ജോയിന്റ് ജി എടുക്കുമ്പോൾ 7.14 മുകളിലോട്ട്, 0.29 മുകളിലോട്ട്, 1.716 താഴോട്ട്. അതായത് 7.14 + 0.29 നമുക്ക് 7.41 കിട്ടും, -1.716. അപ്പം നമുക്ക് 5.714 മുകളിലോട്ട് കിട്ടും. അതാണ് ഈ ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത്. FG അല്ല, GH. ഇതായത് SGH, ഷിയർ ഫോഴ്സ് അറ്റ് GH. 7.14 മുകളിലോട്ട്, 0.29 മുകളിലോട്ട്, 1.716 താഴോട്ട്. സോ നെറ്റ് എഫക്റ്റ് നമുക്ക് -5.714 കിട്ടും. അത് താഴോട്ട് കിട്ടും നമുക്ക്. -5.714 താഴോട്ട് കിട്ടും. റൈറ്റ് സൈഡിൽ 5.714 മുകളിലോട്ട്. ഓക്കെ. ഇനി ജോയിന്റ് എച്ച് എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇക്വിലിബ്രിയം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി നമുക്ക് വാല്യൂസ് ഉണ്ട്. 6.58 താഴോട്ടുണ്ട്, 1.14 മുകളിലോട്ടുണ്ട്, ഇവിടെ 5.714 മുകളിലോട്ടുണ്ട്. ഇത് മൂന്നും കൂടി സമ്മേഷൻ ചെയ്യുമ്പോൾ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്യുന്നത് 0 ആണെങ്കിൽ നിങ്ങൾ ചെയ്തതെല്ലാം കറക്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? ബാക്കിയുള്ളവരൊക്കെ ആഡ്ലി, ഐഫ, അജുന, ക്ലിയർ ആയി സർ. നന്ദു,
കീർത്തന, കീർത്തന കീർത്തന മുങ്ങിയെന്ന് തോന്നുന്നു. മാളവിക, മീനു, മാളവിക, മീനു, എല്ലാവരും മുങ്ങിയോ? ആ, മീനു ഉണ്ട്. മാളവിക, നിതിൻ, നിതിൻ മനസ്സിലായോ? നിതിൻ, നിതീഷ്, ഓക്കെ. ഷബ്ന, ഷബ്ന, ഓക്കെ. പാട്രിക്, പാട്രിക് ആദ്യത്തെ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു സാർ. ഹലോ, പാട്രിക്കിന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ല സാർ, മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും കേട്ടത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഇത് അങ്ങ് തീർക്കാം, കണ്ടിന്യൂ അങ്ങ് തീർക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആക്സിയൽ ഫോഴ്സും ബീമിലെ ഷിയറുമായിട്ടുള്ള റിലേഷൻ അനുസരിച്ച് നമുക്ക് ബീമിൻ്റെ എല്ലാം ഷിയർ വാല്യൂസ് കിട്ടി. ഓക്കെ. അപ്പോൾ അടുത്ത ഷിയർ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓൾറെഡി ബീമിൻ്റെ വാല്യൂസ് ആണ് ഇപ്പം നമുക്ക് കിട്ടിയത്. ഇനി ബീമിൻ്റെ വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബീമിൻ്റെ തന്നെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ സിമ്പിളാണ്. ഓക്കെ. ഞാൻ ആദ്യം എ ബി എന്ന് പറയുന്ന ബീം കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നമുക്കറിയാം ബീമിൻ്റെ ഷിയർ വാല്യൂസ് നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി മൊമെൻറ്റ് കണ്ടുപിടിക്കുക ഒന്നുമില്ല. എ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് എം എ ബി ആണ്. എം എ ബി കണ്ടുപിടിക്കാൻ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ 1 kN ഇൻറ്റു ഹാഫ് ഡിസ്റ്റൻസ് ചെയ്താൽ മാത്രം മതി. സോ 1 × 2. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ബീമിൻ്റെ ഷിയർ വാല്യൂ ഉണ്ട്. ബീമിൻ്റെ ഷിയർ വാല്യൂ 1 kN ആണ്. 1 kN ഇൻറ്റു ഡാറ്റ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് വെച്ചാൽ 4ൻ്റെ പകുതി 2. സോ എം എ ബി എന്ന് പറയുന്നത് 1 × 2. സിമിലർലി എം ബി എ എന്ന് പറയുന്നതും ബീമിൻ്റെ റൈറ്റ് സൈഡിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ 1 kN അപ്വേർഡ്സ് ഇൻറ്റു 2. അതും ക്ലോക്ക് വൈസ് ആണ്. എ ബിയും ക്ലോക്ക് വൈസ് ആണ്, ബി എയും ക്ലോക്ക് വൈസ് ആണ്. സോ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് രണ്ടും 2 kN ആണ്. പോസിറ്റീവ് വാല്യൂ 2. സിമിലർലി രണ്ടാമത്തെ ബീം എം ബി സിയും എം സി ബിയും ഞാൻ എടുക്കുമ്പോൾ ബി സി പോർഷനിൽ ബിയിൽ നിന്നും സിയിലേക്ക് നോക്കുമ്പോൾ 1.43 ഡൗൺവേർഡ്സ്. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5ൻ്റെ പകുതി 2.5. സോ 1.43 × 2.5 ദാറ്റ് ഈസ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സിമിലർലി എം സി ബി എന്ന് പറയുന്നത് 1.43 × 2.5 ദാറ്റ് ഈസ് ഓൾസോ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അതും 3.575 ക്ലോക്ക് വൈസ്, 3.575 kN ക്ലോക്ക് വൈസ്. അതുപോലെ നമുക്ക് ഓരോ ഏരിയയിലെയും മൊമെൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എം സി ഡി കിട്ടി, എം ഡി സി കിട്ടി. ഇനി താഴത്തെ രണ്ടാമത്തെ ബീമിലുള്ള മൊമെൻറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5 × 2 10. അങ്ങനെ ഓരോ ബീമിലെയും മൊമെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടും. അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ഞാനിത് കുറച്ച് സ്പീഡിലങ്ങ് പറഞ്ഞു പോവുകയാണ്, ക്ലാസ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓരോ ബീമിലും അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ എടുക്കുക, ഹാഫ് ദ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഡയറക്ഷൻ നോക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ്, തിരിച്ച് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ എല്ലാ മൊമെൻറ്റുകളും ക്ലോക്ക് വൈസ് മൊമെൻറ്റുകൾ തന്നെയാണ്. എല്ലാ ബീമിലും ആക്ട് ചെയ്യുന്ന മൊമെൻറ്റുകൾ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻറ്റുകൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ബീം മൊമെൻറ്റ് നമുക്ക് കിട്ടി.
ആ ബീം മൊമെൻറ്റിൻ്റെ എല്ലാം ഡയറക്ഷൻസും വരച്ച് കാണിക്കുക. ഇതാണ് ബീം മൊമെൻറ്റിൻ്റെ എല്ലാം ഡയറക്ഷൻസ്. കോളം മൊമെൻറ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കോളം മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. ബീം മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഈ വരച്ച് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ജംഗ്ഷനിലുള്ള മൊമെൻറ്റിൻ്റെ എല്ലാം സമ്മേഷൻ 0 ആയിരിക്കണം. മൊമെൻറ്റ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം അറ്റ് എ ജംഗ്ഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ബീമിൽ 2 kN ക്ലോക്ക് വൈസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോളത്തിൽ 2 kN ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ താഴെയും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ബീം മൊമെൻറ്റ് അറിയാമെങ്കിൽ കോളം മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ എം എ ഇയുടെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും എം എ ബിയുടെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും എം എ ഇക്ക്. സോ എം എ ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, എം എ ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു വരും. അതുപോലെ ഓരോ ജംഗ്ഷൻ എടുക്കുക. ഇനി ഇതാ ഈ ഒരു പോയിന്റ് എടുക്കാം. നമുക്ക് ജംഗ്ഷൻ ബി എടുക്കുമ്പോൾ അവിടെ 3 മെമ്പേഴ്സ് ഉണ്ട്. ബി എ, ബി സി, ബി എഫ്. ഇവിടെ 2 kN ക്ലോക്ക് വൈസ്, ഇവിടെ 3.5 kN ക്ലോക്ക് വൈസ്. ടോട്ടലി 5.58 ക്ലോക്ക് വൈസ് ആണ്. ഈ ജംഗ്ഷനിൽ 5.58 ക്ലോക്ക് വൈസ് ഉണ്ടെങ്കിൽ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ ബി എഫ് എന്ന് പറയുന്ന കോളത്തിൽ 5.58 ആൻറ്റി ക്ലോക്ക് വൈസ് വരണം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ജംഗ്ഷനും കൺസിഡർ ചെയ്യുക. ഇനി ഫോർ എക്സാമ്പിൾ ഈ എഫ് എന്ന് പറയുന്ന ജംഗ്ഷൻ എടുക്കുകയാണ്. എഫിൽ ഇവിടെ 10 ക്ലോക്ക് വൈസ് ഉണ്ട്, 17.85 ക്ലോക്ക് വൈസ് ഉണ്ട്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. 5.58 ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്. സോ ടോട്ടൽ 27.85 നിന്നും 5.58 കുറയ്ക്കുമ്പോൾ നമുക്ക് 22.27 കിട്ടും. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ്. അപ്പം 22.27 ക്ലോക്ക് വൈസ് ഉണ്ടെങ്കിൽ അതിനെ കൗണ്ടറാക്ട് ചെയ്ത് 0 ആക്കണമെങ്കിൽ 22.27 ആൻറ്റി ക്ലോക്ക് വൈസ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഓരോ ജംഗ്ഷൻസും ഓരോ ജോയിൻറ്റും കൺസിഡർ ചെയ്യുക. അവിടുത്തെ ഇക്വിലിബ്രിയം ഓഫ് ദി മൊമെൻറ്റ്സ് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കോളം മൊമെൻറ്റും കിട്ടും. എല്ലാ കോളത്തിലെയും മൊമെൻറ്റ് കിട്ടും. ഇനി കോളത്തിലെ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പോർട്ടൽ ഫ്രെയിം മെത്തേഡിൻ്റെ നേരെ റിവേഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പോർട്ടൽ ഫ്രെയിം മെത്തേഡിൽ നമ്മൾ ആദ്യമേ ഹൊറിസോണ്ടൽ ഷിയറാണ് കണ്ടുപിടിക്കുന്നത്. അതിൽ നിന്ന് തിരിച്ച് വന്ന് ആക്സിയൽ ഫോഴ്സ് ഇൻ ദി കോളംസിലെത്തും. പക്ഷേ കാൻഡിലിവർ മെത്തേഡിൽ ആക്സിയൽ ഫോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവസാനം ഹൊറിസോണ്ടൽ ഷിയറിൽ എത്തുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോളം മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഷിയർ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ഓരോ മെമ്പേഴ്സും എടുക്കുക, അവിടെ ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മൊമെൻറ്റ് എടുക്കുക. സോ ഞാൻ എ ഇ എന്ന് പറയുന്ന മെമ്പർ എടുത്തു. അവിടെ 2 kN മുകളിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്, താഴെ ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്. എഫ് എ ഇ ഉണ്ട്, ഇവിടെ എഫ് ഇ എ ഉണ്ട്. ഇക്വേറ്റ് ചെയ്യുക. എയിൽ മൊമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും എഫ് ഇ എ ഇൻറ്റു 3, എഫ് ഇ എ ഇൻറ്റു 3 ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ്. 2 ആൻറ്റി ക്ലോക്ക് വൈസ്. സോ -2 -2 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എഫ് ഇ എന്ന് പറയുന്നത് 1.33 kN. നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷനിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ സെയിം ഡയറക്ഷൻ. ഇനി ഇവിടെ വേറെ ഫോഴ്സസ് ഒന്നുമില്ല, അതുകൊണ്ട് എഫ് ഇ എ പ്ലസ് എഫ് എ ഈസ് ഈക്വൽ 0. സോ ഇത് 1.33 kN ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇത് 1.33 kN ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ മെമ്പേഴ്സിലെയും ഹൊറിസോണ്ടൽ ഷിയറും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഓരോ മെമ്പേഴ്സിലെയും ഹൊറിസോണ്ടൽ ഷിയർ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് അല്ല. ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം കമ്പ്യൂട്ട് ചെയ്ത് ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രവും വരയ്ക്കുക. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് അസൈൻമെൻറ്റ് ഈ മൊഡ്യൂളിൽ. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഈ സെയിം പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ സെയിം പ്രോബ്ലം നിങ്ങളുടെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് ഈ ആൻസേഴ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഫിഗറിനകത്ത് നിന്ന് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് നിങ്ങൾ ഓൾറെഡി
SA1-ലും SA3-ലും മോസിലും SA1-ലും SA3-ലും പഠിച്ച കാര്യമാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ടെങ്കിൽ എങ്ങനെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ അസൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രവും നിങ്ങൾ വരച്ച് കാണിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ ആ റെക്കോർഡിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ വല്ല ഡൗട്ടും ഉണ്ടോ? ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയത്, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിലാണ് പോയത്. എന്നാലും ഓൾറെഡി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, റെക്കോർഡിങ് നോക്കുക. പാട്രിക്കിന് ക്ലിയർ ആയോ? പാട്രിക് കേൾക്കാം സാർ. ക്ലിയർ ആയോ? മനസ്സിലായത്? കുഴപ്പമില്ല, മനസ്സിലായി സാർ. ഇനി നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ വേറെ? ഉണ്ട് സർ. ഏതാണ്? എൻവയോൺമെന്റിലും ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ. അപ്പോൾ ഞാൻ തന്ന അസൈൻമെൻറ്റിനകത്ത് നിങ്ങൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ ഇന്ന് പഠിപ്പിച്ച അവസാനത്തെ ആ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യുക. അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. അത് രണ്ടും കൂടി ചേർത്ത് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ഞാൻ അസൈൻമെൻറ്റ് ഡേറ്റ് ഒരു 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം.